നമ്മൾ ഇന്ന് പുതിയതായിട്ട് ഫിഗ്മയിൽ പഠിക്കുന്നത് ഫിഗ്മയിൽ എങ്ങനെ ആനിമേഷൻസ് ചെയ്തെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഫിഗ്മ പൂർണ്ണമായിട്ടും ഒരു ആനിമേഷന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഒന്നുമല്ല. എങ്കിൽ പോലും മൈക്രോ ആനിമേഷൻസ് പോലുള്ള ചെറിയ ചെറിയ ആനിമേഷൻസ് നമുക്ക് ഇതിൽ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് എങ്ങനെയാണ് പാരലാക്സ് ആനിമേഷൻ ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. പാരലാക്സ് ആനിമേഷൻ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. എന്താണ് പാരലാക്സ് എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. ചില വെബ്സൈറ്റുകളൊക്കെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒബ്ജക്റ്റുകൾ വളരെ സ്പീഡിൽ മൂവ് ചെയ്യുകയും ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റുകൾ ടെക്സ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വളരെ സ്ലോയിൽ മൂവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത്തരത്തിലുള്ള ആനിമേഷൻസിനെയാണ് നമ്മൾ പാരലാക്സ് ആനിമേഷൻസ് എന്ന് പറയുന്നത്. പാരലാക്സ് എന്ന് പറയുന്നത് ഒരു ഫിസിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ നമ്മൾ വാഹനത്തിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് സൈഡ് സീറ്റിലിരിക്കുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അടുത്തുള്ള മരങ്ങളൊക്കെ വളരെ സ്പീഡിൽ മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അകലെയുള്ള മരങ്ങൾ വളരെ പതുക്കെ ആയിരിക്കും മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ഇതിൻ്റെ പുറകിൽ ഒരു തിയറി തന്നെയുണ്ട്, പക്ഷേ നമ്മളതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ നമുക്ക് അതെന്താണ് എന്നൊന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ വെബ്സൈറ്റിലും ഇതുപോലുള്ള ഒരു അനിമേഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ആനിമേഷൻ എങ്ങനെ ഫിഗ്മയിൽ ചെയ്യാമെന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഞാനിവിടെ ഒരു ഡെസ്ക്ടോപ്പ് ഫ്രെയിമിൽ ഇതുപോലെ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു ഒബ്ജക്റ്റാണ്. ഈ ഒബ്ജക്റ്റിന് ഒരു ഇമേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഓരോ ഒബ്ജക്റ്റുകളാണ്. നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടോപ്പിലൊരു ലെയറിൽ ഒരു പാരലാക്സ് എന്ന് എഴുതിയ ഒരു ടെക്സ്റ്റ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലർ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ട്, ഒരു എലിപ്സാണ്. ഇതുപോലെ എലിപ്സിന് കളർ കൊടുത്തിട്ട് അതിന് ലെയർ ബ്ലർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ ഈ ഒരു ഫ്രെയിമിന് ഒരു ഗ്രേഡിയൻ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രേഡിൻ്റെ ഇതുപോലെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഇമേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് പാരലാക്സ് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക? ഞാൻ ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണ് പാരലാക്സ് ചെയ്യാൻ സാധിക്കുക? നമുക്ക് രണ്ടോ അതിലധികമോ ഫ്രെയിമുകളാണ് പാരലാക്സ് ആനിമേഷൻ ചെയ്യുന്നതിനായിട്ട് വേണ്ടിയത്. നമുക്ക് രണ്ട് ഫ്രെയിമിൽ ഇവിടെ എങ്ങനെ ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഈ ഒരു ഫ്രെയിമിൻ്റെ എക്സാക്റ്റ് കോപ്പി ഞാനിവിടെ എടുക്കുകയാണ്. ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് കോപ്പി എടുക്കാം. സെക്കൻഡ് ഫ്രെയിമിൽ ഫസ്റ്റ് ഫ്രെയിമിനെക്കാട്ടിലും കുറച്ച് ചേഞ്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അതായത് നമുക്ക് സെക്കൻഡ് ഫ്രെയിമിൽ ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് മുകളിലേക്ക് കുറച്ചൊന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്യാം. ആരൊക്കെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് പൊസിഷൻ നീക്കാവുന്നതാണ്. അത് ഏറ്റവും ബാക്കിലുള്ള ഒരു ഒബ്ജക്റ്റ് ആണെന്ന് സങ്കല്പിക്കുക. അതിൻ്റെ മുകളിലുള്ള ഒബ്ജക്റ്റാണ് ഈ ഒരു ഒബ്ജക്റ്റ്, സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒബ്ജക്റ്റ്. അപ്പോൾ അത് കുറച്ച് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇത് വളരെ അടുത്ത ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? കുറച്ചുകൂടെ മൂവ് ചെയ്യുന്നു. ഇത് ഒരു സാമാന്യ രീതിയിൽ ഇതിനെ ഒന്ന് മൂവ് ചെയ്യുന്നു, ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കുന്നു. പക്ഷേ നമ്മുടെ പാരലാക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് ബാക്കിലേക്ക് കുറച്ച് മൂവ് ചെയ്ത് നോക്കാം. ഞാനിവിടെ പാരലാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റ് കുറച്ച് ബാക്കിലേക്ക് ഇറക്കി വെച്ചു. ഇനി നമുക്ക് ഈ പ്രോട്ടോടൈപ്പിൽ വന്നിട്ട് കണക്ട് ചെയ്യാം. ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്? ഇതിനെ കണക്ട് ചെയ്യുക. ഓൺ ക്ലിക്കിന് പകരം നമുക്ക് ഡ്രാഗിൽ ഈ ഒരു എഫക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു എഫക്റ്റ് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ഡ്രാഗ് ചെയ്യേണ്ടി വരും. സ്മാർട്ട് ആനിമേറ്റ് ആഡ് ചെയ്യാം. അതുപോലെ ഈസ് ഔട്ടിന് പകരം സ്ലോ ആഡ് ചെയ്യാം. അതുപോലെ നമുക്ക് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ നേരെ തിരിച്ച് നമുക്ക് ഒരു അനിമേഷൻ കൊടുക്കണം. അതും ഓൺ ഡ്രാഗിൽ സ്മാർട്ട് ആനിമേറ്റ് കൊടുക്കുന്നു, സ്ലോ തന്നെ കൊടുക്കുന്നു. ഞാനിതിനെ ഇവിടെ റൺ ചെയ്തു. ഇവിടെ നമുക്ക് ഈ ഒരു ഫിൽ സ്ക്രീൻ കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ സ്ക്രീൻ കാണാൻ പറ്റും. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ ഒരു ആനിമേഷൻ വർക്കായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് സാധിക്കും. ഇവിടെ ആനിമേഷൻ നമുക്ക് വർക്കായിട്ടുണ്ട്. ഇപ്പോൾ ഡ്രാഗ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഈ ഒരു എഫക്റ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല ആനിമേഷൻസും നമുക്കിതിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് മറ്റൊരു ആനിമേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഒരു ലൈക്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കളറ് മാറി ഒരു ആനിമേഷൻ സംഭവിച്ചിട്ട് പിന്നെ നോർമൽ സ്റ്റേറ്റിലേക്ക് എത്തുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ പ്ലഗിൻസിൽ നിന്ന് ഫെദർ ഐക്കൺസ് എന്ന് പറയുന്ന ഒരു പ്ലഗിൻ എടുത്തു. അതിൽ നമുക്ക് ഹെയർട്ടിൻ്റെ ഐക്കൺ എടുക്കാം. ക്ലിക്ക് ചെയ്തു. ഇവിടെ ഹെയർട്ടിൻ്റെ ഐക്കൺ പ്ലേസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഇതിനെ അനിമേഷൻ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് വിസിബിൾ ആകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റ് ആക്കുകയാണ്. ഇവിടെ
ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഐക്കൺ എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഫ്രെയിമോട് കൂടിയാണ് ഈ ഒരു ഐക്കൺ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ മെറ്റീരിയൽ ഡിസൈനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലഗിൻസിൽ നിന്നൊക്കെ നമ്മൾ ഐക്കൺസ് എടുക്കുമ്പോൾ ഈ ഒരു ഫ്രെയിം ഉണ്ടാകണമെന്നുള്ളത് നിർബന്ധമില്ല. എല്ലാ പ്ലഗിൻസും ഇതുപോലെ ഫ്രെയിമിലല്ല നമുക്ക് ഐക്കൺസ് പറ്റുന്നത്. അപ്പോൾ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫ്രെയിം കൂടി ആഡ് ചെയ്തിട്ട് അതിൽ ഈ ഒരു ഒബ്ജക്റ്റ് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്കിവിടെ ഓൾറെഡി ഫ്രെയിം ഉണ്ട്. ഇതിൽ നമുക്ക് അനിമേഷൻ സംഭവിക്കാനായിട്ട് ഈ ഒരു ഫ്രെയിമിനുള്ളിൽ നമുക്ക് കുറച്ച് സ്പേസ് കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു ഫ്രെയിമിനുള്ളിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ആനിമേഷൻ നടക്കേണ്ടത്. അതായത് ക്ലിക്ക് ചെയ്യുമ്പോൾ വലുതാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം ഈ ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഐക്കണിനെ നമുക്ക് ഒന്ന് ചെറുതാക്കേണ്ടതുണ്ട്. ഒന്ന് വലുതാകുന്ന ഫേസിലേക്ക് എത്തുന്നത് ഉള്ളതുകൊണ്ട് അതിലും ചെറുതായി നമുക്കൊന്ന് ഫസ്റ്റ് ഫേസ് കാണിക്കേണ്ടതുണ്ട്, ഫസ്റ്റ് സ്റ്റേറ്റ് കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് സൈസ് ചേഞ്ച് ചെയ്തു. ഇതിപ്പോൾ സെൻറ്റർ അല്ല, നമുക്കിതിനെ ഒന്ന് സെൻറ്റർ ആക്കണം. ഇതിൽ ഈ ഹെയർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റർ കൊടുക്കുക, അലൈൻ ചെയ്യുക. അപ്പോൾ നമ്മൾ സൈസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി വേണ്ടത് ഇതിനെ നമുക്ക് കമ്പോണൻ്റ് ആക്കുക എന്നുള്ളതാണ്. ക്രിയേറ്റ് കമ്പോണൻ്റ് കൊടുക്കുക, വേരിയൻ്റ് ആഡ് ചെയ്യുക. നമ്മൾ സെപ്പറേറ്റ് ഒരു വേരിയൻ്റ് കൂടി ആഡ് ചെയ്തു. ക്ലിക്ക് ചെയ്തതിന് ശേഷമുള്ള വേരിയൻ്റാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിന് കളർ കൊടുക്കാം. റെഡ് കളർ കൊടുത്തു. സ്ട്രോക്കും ഞാൻ റെഡ് കളർ തന്നെ കൊടുത്തു. ഇനി വേണ്ടത് എന്താണ്? ഇതിൻ്റെ വേരിയൻസ് ആണ് ഇനി താഴേക്ക് വേണ്ടത്. ഈ ഒരു കളർ കൊടുത്ത ഐക്കണിൻ്റെ വേരിയൻസ് ആണ് ഇനി താഴേക്ക് വേണ്ടത്. ഞാനിവിടെ വേരിയൻസ് ഒക്കെ ആഡ് ചെയ്തു. നമ്മളിവിടെ ഫസ്റ്റ് ക്ലിക്ക് ചെയ്തു, കളർ മാറി. കളർ മാറിക്കഴിഞ്ഞ് ഇതിൻ്റെ ഒന്ന് റൊട്ടേഷൻ സംഭവിക്കുകയാണ്. ലെഫ്റ്റ് റൊട്ടേറ്റ് ചെയ്തു, റൈറ്റ് റൊട്ടേറ്റ് ചെയ്തു. അടുത്തത് ഇതിൻ്റെ സൈസ് ഒന്ന് ചേഞ്ച് ചെയ്യുകയാണ്. സൈസ് ഒന്ന് സ്കെയിൽ ചെയ്തു. ഇതിനെ ഒന്ന് സെൻട്രലൈസ് ചെയ്യണം. ഫ്രെയിമിന് പുറത്തു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ എത്തി. അപ്പോൾ ഇതിനെ ഒന്ന് കണക്ട് ചെയ്യുക. പ്രോട്ടോടൈപ്പിൽ വരിക. ഫസ്റ്റ് ഓൺ ക്ലിക്കിൽ സ്മാർട്ട് ആനിമേറ്റിൽ വോയിസ് ഔട്ടിൽ നമ്മൾ കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഹെയർട്ടിൽ നിന്ന് ഈ ഒരു വേരിയൻറ്റിൽ നിന്ന് അടുത്ത വേരിയൻറ്റിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് ആഫ്റ്റർ ഡിലേ ആണ് കൊടുക്കേണ്ടത്. സ്പീഡ് നമുക്ക് 2 ms മതിയാവും. ഇവിടെ സ്മാർട്ട് ആനിമേറ്റ് ആണ് കൊടുക്കുന്നത്. വേരിയൻറ്റ് 3ലേക്ക് കണക്ട് ചെയ്തു. നമ്മൾ വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്യുകയാണ്. ആഫ്റ്റർ ഡിലേ 2 ms സ്മാർട്ട് ആനിമേറ്റ്. നമ്മൾ ലാസ്റ്റ് വരെ കണക്ട് ചെയ്തു ആഫ്റ്റർ ഡിലേയിൽ. ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ നോർമൽ ഒരു ഔട്ട്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഹെയർട്ടിൽ ക്ലിക്ക് ചെയ്തപ്പോൾ കളറായിട്ടുള്ള ഒരു ഹെയർട്ടായിട്ട് അത് അനിമേറ്റ് ചെയ്ത് ഷേപ്പ് മാറി. അപ്പോൾ ഇതിനെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീണ്ടും ഇതിനെ കണക്ട് ചെയ്ത് ഹെയർട്ടിൻ്റെ നോർമൽ സ്റ്റേറ്റിലേക്ക് കൊടുത്തു. അത് ക്ലിക്കാണ് വേണ്ടത്. സ്മാർട്ട് ആനിമേറ്റ് ആണ് കൊടുത്തത്. അത് നോർമൽ സ്പീഡിൽ തന്നെയാണ്. ഇനി നമുക്ക് ഇതിലെ ഓരോ ആഫ്റ്റർ ഡിലേക്കും നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. ഇവിടെ 300 എന്നുള്ളത് നമുക്ക് 200 ഒക്കെ മതിയാവും. അപ്പോൾ ഇത് റൺ ചെയ്ത് നോക്കാനായിട്ട് നമുക്കൊരു ചെറിയ ഫ്രെയിം ഡ്രാഗ് ചെയ്ത് ഡ്രോ ചെയ്യാം. ഇതിൽ നമുക്ക് നമ്മളുടെ ഈ ഒരു ഐക്കൺ നമുക്ക് അസറ്റായിട്ട് കൊണ്ടുവന്ന് ഇടാം. നമുക്കിതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആനിമേഷൻ കാണാം. ക്ലിക്ക് ചെയ്യുക, കണ്ടോ ഒരു ആനിമേഷൻ അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ സ്റ്റേറ്റിലേക്ക് പോകുന്നതും കാണാം. വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് സംഭവിക്കും. ഇതിനെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കിതിനെ കുറച്ചുകൂടി ടേക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ബൗൺസ് ചെയ്യുന്ന ഭാഗത്ത് വേറൊരു എഫക്റ്റ് കൊടുക്കാനായിട്ട് പറ്റും. ഇവിടെ ബൗൺസ് ചെയ്യാനായിട്ട് വരുന്ന സമയത്ത് ആഫ്റ്റർ ഡിലേയിൽ സ്മാർട്ട് ആനിമേറ്റിൻ്റെ തൊട്ട് താഴെ ഈസ് ഔട്ടിന് പകരം നമുക്ക് ബൗൺസി എന്നുള്ളൊരു എഫക്റ്റ് കൊടുക്കാം. കുറച്ചുകൂടി അതൊന്ന് എഫക്റ്റീവായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫ്രെയിമിൽ വീണ്ടും റൺ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഇതുപോലെ ഫ്രെയിം ടു ഫ്രെയിം കണക്ട് ചെയ്തുകൊണ്ട് ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഫ്രെയിം ഇല്ല എന്നുണ്ടെങ്കിൽ മൂവ്മെൻ്റ് ഒന്നും കൃത്യമായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ഫ്രെയിം ടു ഫ്രെയിം ആയിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് എന്നെ വിളിക്കാം, മെസ്സേജ് ചെയ്യാം. താങ്ക് യു.